ഹലോ വെൽക്കം ബാക്ക്. അപ്പം നിങ്ങൾ ടൈറ്റിൽ കണ്ട പോലെ തന്നെ ഒരു മിക്സ്ഡ് വ്ലോഗാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല നടക്കുക, പഠിച്ചോ തീരുമാനിക്കുന്ന വേറെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ കേട്ടോ. അപ്പോൾ എന്തായാലും ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടുവെക്കുക. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഇങ്ങനെ ഒരു ചാനലുണ്ടെന്നൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ ഒരു വ്ളോഗിൽ ഞാൻ കുക്കിങ്ങും ഒരു ഈസി ലഞ്ച് മെനുവും അതുപോലെ തന്നെ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളും പിന്നെ ഒരു ട്രാവലിൻ്റെ ഒരു ട്രിപ്പ് പോയതിൻ്റെ വീഡിയോസും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിന് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിപ്പോൾ മഞ്ഞപ്പിത്തമായിട്ട് റെസ്റ്റിലാണ്. അപ്പോൾ അതിന് മുന്നേ എടുത്തു വെച്ച വീഡിയോ ആണ് കേട്ടോ അത്. അപ്പോൾ ഞാൻ മഞ്ഞപ്പിത്തൊക്കെ ആവുന്നതിൻ്റെ കുറച്ച് മുന്നേ, അതായത് ഒരു 1 വീക്ക് എൻ്റെ വീട്ടിൽ നിൽക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പഠിത്തമൊന്നും ഇനി പോകാൻ പറ്റില്ലല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ പോയതാണ്. അപ്പോൾ പോയി തിരിച്ച് വന്ന് 2 ദിവസം കൊണ്ട് തന്നെ മഞ്ഞപ്പിത്തമായി തിരിച്ച് ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ എത്തിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ലാസ്റ്റ് ആ 1 വീക്ക് കഴിയാനാവുന്നതിൻ്റെ ലാസ്റ്റ് സൺഡേ നമുക്ക് എല്ലാവർക്കും കൂടി ഒരു ട്രിപ്പ് പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എല്ലാവരും കൂടി ഗോപാൽസ്വാമിപേട്ട് ലക്ഷ്യമാക്കിയിട്ടാണ് ഇറങ്ങിയത്. പക്ഷേ എന്താ ഭാഗ്യം എന്നാണോ നിർഭാഗ്യം എന്നാണോ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. നമ്മൾ വിചാരിച്ച പോലെ ഒന്നുമല്ല കാര്യങ്ങൾ നടന്നു കേട്ടോ. ഞങ്ങൾ രാവിലെ ഒരു 5 മണിക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഏകദേശം 7 മണി ആയിട്ടുണ്ട് തുടങ്ങിയപ്പോൾ തന്നെ. അങ്ങനെ നമ്മൾ വയനാട് മുത്തങ്ങ വഴിയാട്ടോ പോയിരുന്നത്. അപ്പോൾ വയനാട് എത്തിയപ്പോൾ തന്നെ നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ മുത്തങ്ങ കാടൊക്കെ ക്രോസ് ചെയ്തു. ഏതായാലും നമുക്ക് സ്ഥിരം കാണുന്ന ആനിമൽസ് ആണെങ്കിൽ കൂടി ഒരുപാട് ആനിമൽസിനെ കാണാൻ പറ്റിട്ടോ ഈ ഒരു ട്രിപ്പിൽ. ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഫുഡ് കഴിക്കാനല്ലാതെ ഞങ്ങൾ എവിടെ ഇറങ്ങിയിട്ടില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം. അപ്പോൾ അങ്ങനെ മുത്തങ്ങ കാടൊക്കെ ക്രോസ് ചെയ്തു പോകുമ്പോൾ തന്നെ നമ്മൾ ആദ്യം തന്നെ ഒരുപാട് മാനുകൾ അതുപോലെ തന്നെ ഒരു 4-5 ആനകളൊക്കെ കണ്ടിട്ടുണ്ട്. സാധാരണ ഈ റൂട്ടിലൊക്കെ പോകുമ്പോൾ നമുക്ക് ചിലപ്പം ഒരു ആനനെ പോലും കാണാൻ കിട്ടില്ല, ഒരുപാട് കുരങ്ങന്മാരെ കാണാമെന്നല്ലാണ്ട്. അങ്ങനെ നമ്മളിതാ ഗുണ്ടൽപേട്ട് എത്തിയിട്ടുണ്ട്. ഗുണ്ടൽപേട്ട് എത്തിയാൽ പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ, ഒരുപാട് സൂര്യകാന്തി തോട്ടങ്ങളും മല്ലിക ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഇടയിൽ മാങ്ങൊക്കെ ഒന്ന് കണ്ടപ്പോൾ കഴിക്കാൻ കരുതിയിട്ട് അങ്ങനെ ഇറങ്ങിയതാട്ടോ. അപ്പോൾ ഇപ്പം എന്താണെന്നറിയില്ല, സൂര്യകാന്തിൻ്റെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കാനൊക്കെ 20 റുപ്പീസ് വേണം. അങ്ങനെ 20 റുപ്പീസ് കൊടുത്തിട്ടായാലും വേണ്ടിയില്ല ഒരു ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് കരുതി ഇറങ്ങിയപ്പം ഭയങ്കര മഴ. തിരിച്ച് വേഗം വണ്ടിയിലേക്ക് കയറി. അങ്ങനെ ആ കാശും വേസ്റ്റായി. പിന്നെ നമ്മൾ പോകുന്ന വഴി നമ്മൾ 3 സംസ്ഥാനങ്ങളാണ് അന്നത്തെ ദിവസം കയറി ഇറങ്ങിയത്. കേരളത്തിൽ നിന്ന് കർണാടകയിൽ നിന്ന് തമിഴ്നാടിൽ നിന്ന് വീണ്ടും കർണാടക ബോർഡർ വഴി കേരളത്തിലേക്ക് തന്നെ തിരിച്ചു വന്നിട്ടോ. അങ്ങനെ ഞങ്ങൾ ബന്ദിപ്പൂർ ഫോറസ്റ്റൊക്കെ എത്താനായിട്ടുണ്ട്. ഗോപാൽസ്വാമിപേട്ട് എത്തിയ സമയത്ത് വീണ്ടും ട്വിസ്റ്റ്, അവിടുന്ന് അങ്ങോട്ടേക്ക് പ്രൈവറ്റ് വെഹിക്കിൾസ് ഉണ്ടാവില്ല, ഗവൺമെൻറ് ബസ്സിൽ പോകണം. അതിനാണെങ്കിലോ ഭയങ്കര ക്യൂ എന്ന് വെച്ചാൽ ഭയങ്കര ക്യൂ. അങ്ങനെ പിന്നെ അത്രയും ക്യൂ നിന്ന് അന്നത്തെ ദിവസം വേസ്റ്റ് ചെയ്യണ്ടല്ലോ എന്ന് കരുതി അവിടുന്ന് റിട്ടേൺ വന്നിട്ടോ. അപ്പോൾ റിട്ടേൺ നമ്മൾ നേരെ മുതുമല ഫോറസ്റ്റിലേക്കാട്ടോ പോയത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ സിംഹവാലം കുരം കണ്ടില്ലേ. അങ്ങനെ കുറച്ച് മൃഗങ്ങളൊക്കെ കാണാൻ പറ്റി എന്നുള്ളത് ഒഴിച്ചാൽ ഒരു ബോറൻ ട്രിപ്പായിരുന്നു. വണ്ടിയിൽ നിന്ന് ഇറങ്ങാത്തൊരു ട്രിപ്പ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അങ്ങനെ ബന്ദിപ്പൂർ കഴിഞ്ഞ് മുതുമലയിലേക്ക് കയറി. പിന്നെ എന്താ, ഇപ്പം പണ്ടത്തെ പോലെയല്ല, എല്ലായിടത്തും ചെക്ക് പോസ്റ്റിൽ നല്ല ടോൾ പിരിക്കലുണ്ട് കേട്ടോ. അങ്ങനെ അവിടുന്ന് നമ്മൾ മുതുമല കയറി. മുതുമല എന്നാണ് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി മൃഗങ്ങളെ കൂടുതൽ നമുക്ക് അടുത്ത് കാണാൻ വേണ്ടി പറ്റി കേട്ടോ. അപ്പോൾ ഇതൊരു പാപ്പാൻ മേഞ്ഞെടുക്കുന്ന ആന കേട്ടോ, കാട്ടാനൊന്നല്ല. പക്ഷെ കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ നമുക്ക് ഒറ്റയാനൊക്കെ കാണാൻ പറ്റിയിട്ടോ. അപ്പോൾ എന്തായാലും ആ ഒരു കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുനോക്കേ. പിന്നെ ഞങ്ങളെ പ്ലാൻ ബി എന്ന് പറഞ്ഞാൽ അവിടുന്ന് മസനഗുഡി വഴി ഊട്ടി എന്ന് പറഞ്ഞ പോലെ തന്നെ മസനഗുഡി വഴി ഗൂഡല്ലൂർ വഴി നിലമ്പൂർ വഴി അങ്ങനെ വരാമെന്നായിരുന്നു. അപ്പം നിലമ്പൂർ നമുക്ക് നെടുങ്കയം അതുപോലെ ടീക്ക് മ്യൂസിയം ഒക്കെ കവർ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അങ്ങനെ ഞങ്ങളിതാ മസനഗുഡി കഴിഞ്ഞ് ഗൂഡല്ലൂർ എത്തിയപ്പോൾ പിന്നെ ഫുഡ് കഴിക്കാൻ ഇറങ്ങിയപ്പോൾ തന്നെ ഏകദേശം 1-1.5 മണിക്കൂർ പോയിട്ടാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് കയറി 1-2 പ്രാവശ്യമൊക്കെ റൂട്ടൊക്കെ തെറ്റിപ്പോയി. അങ്ങനെ റൂട്ടൊക്കെ തെറ്റി വീണ്ടും കറക്റ്റ് റൂട്ടിലേക്കൊക്കെ എത്തിയപ്പോഴത്തേക്കും മൊത്തം എന്താ പറയുക, നമ്മളെ പ്ലാന് മൊത്തം തകർക്കുന്ന രീതിയിലായിരുന്നു. എല്ലാ സ്പോട്ടുകളും അടയ്ക്കുന്ന ടൈമായിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ നിലമ്പൂർ എത്തിയപ്പോഴത്തേക്കും ഒരൊറ്റയാണ് കേട്ടോ നിൽക്കുന്നത്.
അങ്ങനെ എവിടെ ഇറങ്ങാത്തതിൻ്റെ ക്ഷീണം തീർക്കാൻ കേശവ് പിന്നെ അവസാനം ഒരു തേയിലത്തോട്ടത്തിൽ ഇറങ്ങി വീഡിയോ ഫോട്ടോ എന്തെങ്കിലും ഒന്ന് എടുത്തു തരുമെന്ന് വെച്ചിട്ട് അങ്ങനെ അവൾ മാത്രം ഇറങ്ങി. ഞങ്ങൾക്ക് എല്ലാവർക്കും പിന്നെ വണ്ടിയിൽ ഇരുന്ന് മൊത്തത്തിൽ ഒന്ന് ചടച്ചു പോയിരുന്നു കേട്ടോ. പിന്നെന്താ, നിലമ്പൂർ എവിടെയോ ഒരു സ്ഥലത്ത് നിർത്തി ഒരു ചായയും കുടിച്ച് ഏകദേശം 8 മണിയൊക്കെ ആവുന്നതിന് മുന്നേ തന്നെ വീട്ടിലെത്തി. എന്തായാലും എൻ്റെ അമ്മേൻ്റെ ആഗ്രഹം പൂവണിഞ്ഞു. എൻ്റെ അമ്മക്ക് രാവിലെ പോയിട്ട് രാത്രി വരാൻ പറ്റുന്ന, എളുപ്പം പോയി വരാൻ പറ്റുന്ന സ്പോട്ടായാൽ മതി എന്ന് മാത്രമുള്ളായിരുന്നു ഡിമാൻഡ്. അതേതായാലും നടന്ന് രാവിലെ പോയി ഞങ്ങൾ രാത്രിയെ തിരിച്ചെത്തിയിട്ടുള്ളൂ. പക്ഷേ എവിടെ ഇറങ്ങിയില്ല എന്ന് മാത്രം. അങ്ങനെ 3 സംസ്ഥാനങ്ങളും കയറി ഇറങ്ങി എൻ്റെ വീട്ടിൽ ഒരാഴ്ചത്തെ താമസമൊക്കെ കഴിഞ്ഞ് അന്ന് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് എത്തി. രാവിലെ കേശൊക്കെ സ്കൂളിൽ പോയതിന് ശേഷം കൊണ്ടുവന്ന ബാഗും എല്ലാം അതുപോലെ തന്നെ ഇരിക്കുക കേട്ടോ. അപ്പോൾ മൊത്തം ഒരുപാട് ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്യാനുണ്ട്. ഭയങ്കര ബിസി ആയിട്ടുള്ളൊരു ദിവസം കേട്ടോ. ഒരാഴ്ച കയ്യെത്താത്തത് കൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ കിച്ചണിൽ ചെടീൻ്റെ ഇലക്ക വാടി പോയിട്ടുണ്ട്, മണി പ്ലാന്റ് വെള്ളം മാറ്റാണ്ടായിട്ടേ. അപ്പോൾ എന്തായാലും അതൊക്കെ ഒന്ന് ചെയ്യട്ടെ. പിന്നെ ഈ ഒരു കിച്ചൺ ഒന്ന് ക്ലീൻ ആക്കിയിടാന്ന് കരുതി. ഇന്ന് വർക്ക് ഏരിയയിലാക്കാം മൊത്തം കുക്കിംഗ്. അതുപോലെ തന്നെ ഭയങ്കര സിമ്പിളായിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇന്ന് ലഞ്ചിന് ഉണ്ടാക്കുന്നത് കേട്ടോ. കാരണം ഒരുപാട് ക്ലീനിങ് ബാക്കി എടുക്കുന്നുണ്ട്. പിന്നെ എന്നോട് കുറേ ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇതുപോലെ മോഡുലാർ കിച്ചണൊക്കെ എടുക്കുന്ന സമയത്ത് അതിലൊരിക്കലും കുക്കൊന്നും ചെയ്യലുണ്ടാവില്ല, അതിങ്ങനെ വെറുതെ ഷോക്ക് വെക്കാനാണ്, വേറെ ആരും വേണ്ട, ഇത് മോഡുലാർ കിച്ചൺ ചെയ്യണമെന്ന് പറഞ്ഞ സമയത്ത് എൻ്റെ ഹസ്ബൻഡ് തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് വെറുതെ തൊടുകയൊന്നുമില്ല, ഷോക്ക് വേണ്ടിയിട്ടല്ലേ അങ്ങനെ. പക്ഷെ അങ്ങനെയൊന്നുമല്ല കേട്ടോ. ഞാനും മാക്സിമം എന്നല്ല, മിക്കവാറും ഞാൻ ഇവിടെ തന്നെയാണ് കുക്ക് ചെയ്യൽ. ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും ഇവിടെ തന്നെയാണ് ഞാൻ ചെയ്യൽ. ഇതാണ് കുറച്ചുകൂടി എനിക്ക് ഈസി. പിന്നെ എപ്പോഴെങ്കിലും ലഞ്ചാണ് ഞാൻ പിന്നെ ആ ഒരു വർക്ക് ഏരിയയിൽ പോയിട്ട് ചെയ്യാറുള്ളത്. ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ ഈവനിങ് ചായ കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ നിന്ന് തന്നെയാണ് ചെയ്യൽ കേട്ടോ. ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഏരിയ തന്നെയാണ്. പിന്നെ വൈറ്റ് ആയതുകൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ അതിൻ്റേതായിട്ടുള്ളൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ട്. അതിങ്ങനെ നമ്മളിങ്ങനെ തുണി വെച്ചിട്ട് നമ്മളെപ്പോഴും ഇങ്ങനെ തുണി കൈ പിടിച്ചുകൊണ്ട് നടക്കണം എന്നല്ല, പക്ഷെ കാണുമ്പോൾ ഒന്ന് ക്ലീനാക്കി ഇട്ടില്ല എന്നുണ്ടെങ്കിൽ നല്ല മോശമായിട്ട് വരും കേട്ടോ. ഇപ്പോൾ ഇതാ ഹൗസ് വാമിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മളിവിടെ താമസമാക്കിയിട്ട് ഓൾമോസ്റ്റ് 1 വർഷം ആവാനായിട്ടോ. നവംബർ വന്നാൽ 1 വർഷമായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ 1 വർഷം യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസ്, ഈ വീട്ടിലുള്ള ഓരോ കാര്യങ്ങളും, അതുപോലെ തന്നെ ഞാൻ ആഗ്രഹിച്ച് വാങ്ങിച്ചിട്ട് അതെങ്ങനെ ഉണ്ടെന്നുള്ളതും ഒക്കെ ഞാൻ റിവ്യൂ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളെ പറ്റിയിട്ട്, അത് കിച്ചണാവാം, അതുപോലെ മറ്റുള്ള എന്തെങ്കിലും പ്രോഡക്ട്സോ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും കാര്യത്തിനെ പറ്റി ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ ഇൻഷാ അല്ലാഹ് ഞാൻ ഓരോന്ന് റിവ്യൂ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അത് മറ്റുള്ളവർക്കും കൂടി ഉപകാരപ്പെടുന്നു കരുതിയിട്ടാണ്. കാരണം എനിക്കറിയാം, വീട് പണീൻ്റെ സമയത്ത് നമ്മൾ എത്ര മാക്സിമം കിട്ടുന്ന റിസോഴ്സ് നമ്മൾ തപ്പിക്കൊണ്ടേയിരിക്കും ഓരോ കാര്യത്തിന് റിവ്യൂ ഒക്കെ ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ വീട് പണി നടക്കുന്നവർക്കും അല്ലെങ്കിൽ പുതിയ വീട് എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഒരുപാട് ഉപകാരപ്പെടും ഇതുപോലുള്ള റിവ്യൂസ് എന്നുള്ള കാര്യത്തിൽ ഞാൻ 100% ഷുവറാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ ടൈപ്പുള്ള അല്ലെങ്കിൽ ഏത് പ്രോഡക്റ്റിനെ പറ്റിയിട്ടാണ് അറിയേണ്ടതെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ ഞാൻ ഇൻഷാ അല്ലാഹ് അത് ഒന്ന് റിവ്യൂ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എന്താ ലഞ്ചിൻ്റെ പരിപാടികളൊക്കെ തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് മീൻ കറി ആക്കാമെന്ന് വിചാരിച്ചാൽ മീൻ മുളക് ഇട്ട് കേട്ടോ. അപ്പോൾ 3 പീസ് ഞാൻ വരയിട്ട് വെക്കുന്നുണ്ട്. കായം തേച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കാനാണ്, പിറ്റേന്നേക്ക് വേണ്ടിയിട്ട് 3 പീസ് കറി വെക്കാനും. എന്താ എളുപ്പമല്ലേ, വീട്ടിൽ 3 ആളുണ്ടാകുമ്പോഴുള്ള കാര്യമാണേ. പിന്നെ ആദ്യമൊക്കെ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ, ഒരുപാട് ആൾക്കാരുള്ള വീട്ടിൽ നിന്ന് വന്നിട്ട് കുറച്ച് കുക്ക് ചെയ്യാൻ. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, എങ്ങനെ കുക്ക് ചെയ്താലും കുറച്ചധികം ബാക്കി വരും. അപ്പോൾ ഞാൻ സിമ്പിളായിട്ടൊരു ഫിഷ് മുളക് ഇട്ടതാട്ടോ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ തക്കാളിയും കൂടി മിക്സിയിലൊന്ന് അടിച്ചിട്ട് ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് ഉലുവ, മഞ്ഞൾപ്പൊടി, മുളക് പൊടിയൊക്കെ ആവശ്യത്തിന് ചേർക്കുക. ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ.
ഇനി ഇതിലേക്ക് ഞാൻ പുളിവെള്ളമാണ് ഒഴിക്കാൻ പോകുന്നത്. പുളി നേരത്തെ കുതിർത്ത് വെച്ചിട്ട് അത് നല്ലോണം പിഴിഞ്ഞെടുത്തിട്ടുള്ള വെള്ളമാണ്. ഞാൻ മീൻകറിയിലേക്ക് സാധാരണ വെള്ളം ഒഴിക്കില്ല, പുളിവെള്ളം മാത്രമേ ഒഴിക്കാറുള്ളൂ കേട്ടോ. വെള്ളം വീണ്ടും വേണമെന്നുണ്ടെങ്കിൽ ആ പുളിൻ്റെ ചണ്ടിയിൽ തന്നെ കുറച്ചും കൂടി വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അങ്ങനെയാണ് ഒഴിക്കൽ. പിന്നെ കുറച്ചുകൂടി എരിവ് വേണമെന്നുണ്ടെങ്കിൽ 2 പച്ചമുളകും കൂടി കീറിയിട്ട് കൊടുക്കുക. ഇനി ഇത് അടുപ്പിലേക്ക് വെച്ചെടുക്കുക. ഇങ്ങനെ കറി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ കറിയിൽ ഇങ്ങനെ തക്കാളി ഇതൊന്നും വേറെ വേറെ കിടക്കില്ല കേട്ടോ. അപ്പോൾ ഒരാഴ്ച കൊണ്ട് എൻ്റെ ഗ്യാസിൻ്റെ വയറ് വരെ പൂ പിടിച്ചുപോയി. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ്. അതുപോലെ ചിരവ അതൊക്കെ പൂത്തുപോയി കേട്ടോ. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മഞ്ഞപ്പിത്തമായിട്ട് റെസ്റ്റായിട്ട് ഇപ്പോൾ 3 ആഴ്ച ആവാനായി. ഇനി തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുമ്പം എന്തെല്ലാമാണ് അവസ്ഥ എന്നുള്ളത് എനിക്കിപ്പോൾ ആലോചിച്ചിട്ട് അറിയില്ല, ചെന്ന് നോക്കിയാൽ അറിയാം. അപ്പം മീൻകറി അവിടെ തിളച്ച് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചേന വെച്ചിട്ട് മെഴുക്ക് പുരട്ടിയായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ നാട്ടിൽ പറയാമെന്നല്ല എനിക്കറിയില്ല. എനിക്കിവിടെ എൻ്റെ അമ്മ അതിനെ മെഴുക്ക് പുരട്ടി എന്നാണ് പറയൽ. ഉമ്മ ഉണ്ടാക്കുന്ന ഒരു കൂട്ടാനാട്ടോ. അത് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ സ്കൂളിലേക്കൊക്കെ പണ്ട് നമ്മൾ ടിഫിൻ ബോക്സിലൊക്കെ കൊണ്ടുപോകുന്ന കറിയാണ്. അപ്പോൾ എന്തായാലും അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചേന ഞാനിതുപോലെ ഇങ്ങനെ നീളത്തിൽ മുറിച്ചെടുക്കാം കേട്ടോ. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അതുപോലെ തന്നെ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് വേണ്ട വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് കൈവച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി അത് അടുപ്പിലേക്ക് മാറ്റുക. ഇത് കുറച്ച് എന്താ പറയുക, പൊടി കുറവുള്ള ചേനയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇത് വെന്ത് ഉടയുന്നില്ല. അപ്പോൾ നല്ല പൊടിയുള്ള ചേനയാണെങ്കിൽ വെന്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഉടഞ്ഞിട്ട് ഇങ്ങനെ അലിഞ്ഞു പോകും. അപ്പോൾ ആ ഒരു രീതിയാണ് ശരിക്കും ഇതിന് പെർഫെക്റ്റ് കേട്ടോ. അപ്പോൾ ഈ ഒരു ചേന എത്ര വേവിച്ചിട്ടും അങ്ങനെ അലിഞ്ഞു പോകണില്ല കേട്ടോ. എന്തായാലും ഞാൻ വെന്തതുകൊണ്ട് ഇങ്ങനെ വാങ്ങി വെച്ചിട്ടുണ്ട്. വറവിടുന്ന സമയത്ത് കറിവേപ്പില ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ വറവിട്ട് ഒഴിക്കുമ്പോൾ ആ ഒരു വെന്തലിഞ്ഞ ചേനയാണെങ്കിൽ നല്ല സ്മെല്ലും കൂടി വരും കേട്ടോ. അതൊന്ന് ഇതെന്തോ ഉടയാഞ്ഞിട്ട് എനിക്കൊരു മനസ്സിനൊരു തൃപ്തിയായിട്ടില്ല. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് കൊണ്ടാട്ട മുളകും കൂടി പൊരിച്ചിട്ടോ. അപ്പോൾ ഇന്നത്തെ ലഞ്ചിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി പെട്ടെന്ന് ബാക്കിയുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാമെന്ന് കരുതി ഏതായാലും റേക്ക് ഉറങ്ങാണ് കേട്ടോ. അപ്പോൾ ഇതത് ഞാൻ ഷോർട്സിൽ കാണിച്ച ചൈന ബോൾസാണ്. വെള്ളമൊക്കെ വറ്റി വീണ്ടും ചെറുതായിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്നുകൂടി വെള്ളത്തിലിട്ട് വെക്കണം. അപ്പോൾ ഇതാ നമ്മൾ വീട്ടിൽ പോയി വന്നപ്പോഴത്തേക്കും പുറത്ത് നമ്മൾ ആ ഒരു ലോണ്ട്രി ഏരിയ അല്ലെങ്കിൽ യൂട്ടിലിറ്റി ഏരിയ അവിടെ ഒരു കിളി കയറിയിട്ട് താമസമാക്കി മൊത്തം നശിപ്പിച്ചിരുന്നു കേട്ടോ. അപ്പോൾ അന്നത്തെ ദിവസം എനിക്ക് അതും കൂടി ക്ലീൻ ആക്കാനുള്ള ടൈമില്ലായിരുന്നു. പിന്നെ ഹസ്ബൻഡ് പറഞ്ഞ് അതെന്തായാലും പുറത്തു കൂടെ നമുക്ക് വേറെ വലയൊക്കെ കെട്ടിയതിന് ശേഷം ക്ലീൻ ആക്കാം, കിളി വരാണ്ടിരിക്കണമല്ലോ ക്ലീൻ ആക്കിയതാൽ. അങ്ങനെ വാതിൽ തുറന്നിട്ടപ്പോൾ ആശാന ഉള്ളിലും കയറി കാര്യം സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ക്ലീനാക്കി ബാക്കി പിറ്റന്നേക്ക് വെച്ചാട്ടോ. അന്നാണ് എനിക്ക് മഞ്ഞപ്പിത്തത്തിൻ്റെ ലക്ഷണങ്ങളും കാര്യങ്ങളും പനിയും ഛർദിയും എല്ലാം വന്നത്. അതോടുകൂടി നമ്മൾ വിചാരിച്ച അങ്ങനത്തെ പരിപാടികളൊക്കെ അതും പോയി. പിന്നെ ഈ ഒരു ഫിഷ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു, ഗ്രില്ല് ചെയ്യുന്ന നമുക്ക് വീഡിയോ എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അതും നടന്നില്ല, ഒന്നും നടന്നില്ല. അതൊക്കെ പിന്നെ ഹസ്ബൻഡ് ഗ്രില്ല് ചെയ്യുന്ന സമയത്ത് എനിക്ക് വേണ്ടി ഒരു ഗ്ലിംസ് എടുത്ത് വെച്ചതാട്ടോ. അങ്ങനെ നമ്മൾ വിചാരിക്കാത്ത പല കാര്യങ്ങളും നടന്ന ഒരു ദിവസം 1-2 ദിവസമായിരുന്നു കേട്ടോ അത്. അപ്പോൾ എന്തായാലും വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ പെട്ടെന്ന് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എപ്പോൾ പറ്റുമെന്നുള്ള എനിക്ക് പറയാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ എന്തായാലും അതുവരെ ബൈ.